What a friend we have in Jesus. All our sins and grief. ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ ഒരു കൂടിവരവ് കർത്താവിന്റെ രാത്രിയിൽ നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി നമ്മുടെ കർത്താവ് നമ്മുടെ നടുവിനാഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ നമ്മുടെ കർത്താവിന്റെ രാത്രി നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന പ്രിയപ്പെട്ടവർ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം കത്തുന്ന ഒരു ദൈവവൈദ്യന്റെ ദൈവസന്നിധിയിൽ വാർകൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവന്റെ സാന്നിധ്യം അറിയുന്ന ദൈവത്തിന്റെ ജനം സ്തോത്രയാഗങ്ങളോടെ ആരാധനയാണ്. ക്രിസ്തീയ സാക്ഷ്യം അനേക തലമുറ ഇടങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അപ്പോൾ എന്ന ഈ ആത്മീയ പ്രവർത്തനം ഉത്തരോത്തരം കർത്താവിന്റെ പുനരാഗമനം വരെ പ്രബലമായി ഈ പ്രദേശത്തെ ദൈവജനത്തിന്റെ ആത്മീയ ഐക്യതയ്ക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാൻ കർത്താവ് കൃപ പകരട്ടെ എന്ന് ഞാൻ ദൈവസന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ലോകപ്രശസ്ത സുവിശേഷ പ്രഭാഷകനായിരുന്നു സ്റ്റാൻലി ജോൺസ്. അദ്ദേഹം ഒരിക്കൽ മാരാമൺ കൺവെൻഷനിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനായി കടന്നു വന്നു. പ്രസംഗത്തിന് മധ്യത്തിൽ സ്റ്റാൻലി ജോൺസ് ഇങ്ങനെ പറഞ്ഞു. അത് ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ ആ തലത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു, മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗമല്ല. ട്രാൻസ്ലേഷൻ അങ്ങനെ വന്നതുകൊണ്ട് മീറ്റിംഗ് കഴിഞ്ഞ് അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ട് ചില ആളുകൾ ചോദിച്ചു, താങ്കൾ പറഞ്ഞത് ശരിയാണ്, മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗമല്ലെന്നും. അപ്പോൾ അദ്ദേഹം അതിന് വിശദീകരണം പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പ്രസംഗിച്ചത്. മഹാത്മാഗാന്ധി സ്വർഗത്തിലില്ലെങ്കിൽ സ്വർഗത്തിനൊരു കുറവുമില്ല എന്നാണ് ഞാൻ പ്രസംഗിച്ചത്. എന്നാൽ ട്രാൻസ്ലേറ്റ് ചെയ്തയാൾ പറഞ്ഞു, മഹാത്മാഗാന്ധി ഇല്ലാത്ത സ്വർഗമല്ലെന്ന്. അദ്ദേഹം ഇങ്ങനെ കൂടെ കൂട്ടിച്ചേർത്തു. സ്റ്റാൻലി ജോൺസ് കൂട്ടിച്ചേർത്ത വാചകങ്ങൾ ഇങ്ങനെയാണ്: മഹാത്മാഗാന്ധി ക്രൂശിൽ ഒരു രക്തസാക്ഷിയെ കണ്ടു, നാം ക്രൂശിൽ നമ്മുടെ രക്ഷകനെ കണ്ടു. മഹാത്മാഗാന്ധി കണ്ടത് തന്റെ അനുഭവമാക്കി, നാം കണ്ടത് നമ്മുടെ പ്രസംഗമാക്കി. കാറിൽ കിടന്ന ചെരിപ്പൂരി ചെന്നിക്ക് തല്ലിയ മദാമ്മയോട് ഭവതിയുടെ കൈവേദനിച്ചോ എന്ന് ചോദിക്കാൻ മഹാത്മാഗാന്ധി അങ്ങേ പ്രേരിപ്പിച്ച പ്രേരക ഘടകം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണങ്ങൾ. പക്ഷേ നാം കണ്ടത് നമ്മുടെ പ്രസംഗവേദിയിൽ എത്തിയിട്ടുള്ളൂ, നാം നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാക്കിയിട്ടില്ല. ക്രിസ്തീയ സാക്ഷ്യം ഈ തലമുറയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ക്രിസ്തീയ സാക്ഷ്യത്തിന്റെ യഥാർത്ഥ ആത്മീയ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമൂഹത്തെ നയിപ്പാൻ ഈ ഐക്യ ശ്രമങ്ങൾക്ക് കർത്താവ് കൃപ പകരട്ടെ. കർത്താവ് പഠിപ്പിച്ച ജീവിത മാതൃക സമൂഹത്തിൽ പ്രായോഗികമാക്കുവാനുള്ള പ്രത്യേക അഭിഷേകം കർത്താവ് നമ്മുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സമയത്തിന്റെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തിരുവെഴുത്തുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇന്ന് രാത്രി ഞാൻ ക്ഷണിക്കുന്നു. നമുക്കതിനാധാരമായി റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 28, 29, 30 വാക്യങ്ങളും തിമോത്തിയോസിന്റെ 2-ാം ലേഖനം ധന്യനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യവും വായിച്ച് സഹായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 28, 29, 30 വാക്യങ്ങൾ. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 12-ാമത് വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്നും നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കും. തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 1-12. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നെ ഉറച്ചുമിരിക്കും. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളും പ്രാർത്ഥനയുടെ ശബ്ദം ദൈവസന്നിധിയിൽ ഉയരട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അല്പമിനിറ്റുകൾ ശബ്ദം ഉയർത്തി ആത്മനിറവിൽ പ്രാർത്ഥനയുടെ മേഘം പോലെ മൂടിയിറങ്ങുന്ന ദൈവത്തിന്റെ തേജസ് ഇന്ന് രാത്രി യോഗത്തിന് വേണ്ടി നിഴൽ വിരിക്കുന്ന രാത്രിയാകട്ടെ. ജനത്തിന്റെ ചിന്താമണ്ഡലത്തെ സ്പർശിക്കുന്നതിനേക്കാൾ ആത്മീയത്തെ ഇന്ന് രാത്രിയിലത്തെ
കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മനിറവിൽ പോരാടി പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. വ്യക്തിബന്ധങ്ങൾക്കെതിരെ, കുടുംബ ബന്ധങ്ങൾക്കെതിരെ, മുന്നേറ്റങ്ങൾക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കുന്ന കണികൾ ഒഴിഞ്ഞു മാറുവാൻ, കാൽവരിയിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി ചില വ്യക്തികളെ ബന്ധനമഴിഞ്ഞ സ്വതന്ത്രമാക്കുന്ന രാത്രിയായി തീരുവാൻ, നാളെ നടത്തുവാൻ ഇരുട്ടിന്റെ ശക്തികൾ ഒരുക്കുന്ന കണികൾ ഇന്ന് രാത്രി വചനത്തിന്റെ വ്യാപാരത്താൽ ഒഴിഞ്ഞു മാറുന്ന രാത്രിയായി തീരുവാൻ, ദൈവം മരിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി കർത്താവിനെ ഒരിക്കൽ വെളിപ്പെടുത്തുവാൻ സാധുക്കളും ഏഴുകളും മൺകീടുകളും ബലഹീനരും അയോഗ്യരും അപാത്രരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ കുടുമിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പാ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരവും പദവിയും നൽകി അനുകരിച്ച അങ്ങയുടെ തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ തിരുവെഴുത്തുകൾ ഞങ്ങൾ തുറന്നിരിക്കുന്നു. അവിടുത്തെ ആത്മാവി രാത്രി വൻകാര്യങ്ങളിലൂടെ ചെയ്യണമേ. ജീവന്റെ അപ്പമായി തിരുവെഴുത്തിനെ അവിടുത്തെ മുറിവേറ്റ കരങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ ഇറങ്ങി വന്ന് അതിൽ വാഴ്ത്തി നുറുക്കി ആത്മാവിന്റെ പുൽപ്പുറത്ത് ഞങ്ങളെ ഇരുത്തി പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങത്തക്ക വിധം ഒരു വലിയ വിളമ്പിത്തലിനായി നിന്റെ കരമിവിടെ ഉയരണമേ കർത്താവേ. അവിടുത്തെ കരമിവിടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. ബലഹീനനും അപ്രാപ്തനുമായ എളിയവനെ അങ്ങയെ പ്രതിനിധീകരിക്കാൻ കൃപ പകരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിത്യതയുടെ പദ്ധതിയിലേക്ക് അല്പ മിനിറ്റുകൾ ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. ധന്യനായ പൗലോസ് തന്റെ ജീവിതത്തിന്റെ സന്ധിയിൽ മരണത്തെ ഒരു വെളിപ്പാട് മുൻപിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറിക്കുന്നു: ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചും ഇരിക്കുന്നു. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ നമ്മെ കുറിച്ച് ഒരു പദ്ധതിയുള്ള ദൈവമാണ് ഈ രാത്രി നാം സ്തോത്രം പറഞ്ഞ ആരാധന. ഒരിക്കൽ കൂടെ പറയട്ടെ, ലോകത്തിലെ മുഴുവൻ ദുഷ്ടശക്തികളും ഒരുപോലെ പണമുയർത്തിയാലും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുകയാണ് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ. 33 കോടി ദൈവങ്ങളോ 6000 കോടി അസുരഗണങ്ങളോ ഭൂതപ്രേതാദികളോ കാളിക്കൂളി കാട്ടുപിശാചുക്കളോ വെച്ചുപൂജകളിലും കുരിയാലകളിലും നേർച്ചക്കാവുകളിലും മുഴുവൻ കുളങ്ങളിലും വ്യാപരിക്കുന്ന സകല ദുർഭൂതങ്ങളും ഒരുപോലെ ഇളകി ഉയർന്നാലും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തകർക്കാൻ അവറ്റകൾക്ക് കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി നമ്മുടെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യന്റെ കരമല്ല, ദൈവത്തിന്റെ കരമാണ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നീ അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല. നീ മുൻപും പിൻപും എന്നെ അടച്ചു, നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിന്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും. ഇരുട്ടനെ മൂടിക്കളയട്ടെ, വെളിച്ചമിന് ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് പറഞ്ഞാൽ ഇരുട്ടു പോലും നിനക്ക് മറവായിരിക്കുകയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. അടുത്തതായി സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം: നീയല്ലോ എന്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എന്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. നെയ്ത്തുകാരൻ കൊട്ട മെടയുന്നത് പോലെ, ഓല നെയ്തെടുക്കുന്നത് പോലെ എന്റെ അമ്മയുടെ ഗർഭഗ്രഹത്തിൽ, എന്റെ അമ്മയുടെ ഉദരപിണ്ഡത്തിൽ, എന്റെ അമ്മയുടെ ഗർഭാശയത്തിൽ
ഒരു മൈക്രോസ്കോപ്പിന് പോലും കാണാൻ കഴിയാത്തൊരു പൊട്ടായി ഞാൻ പറ്റിപ്പിടിച്ചു വളരുന്ന വേളയിൽ ആ പ്രവർത്തനത്തിന്റെ പുറകിൽ എന്റെ നാഥന്റെ കരം ചലിക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ ഇവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇത് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? രണ്ടാമത് ഒരാളോട് തുറന്നു പറയുവാൻ കഴിയാത്ത മനസ്സിന്റെ വേദനകൾ അകത്ത് തളം കെട്ടുമ്പോൾ, ഒറ്റയ്ക്കിരുന്ന് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയാത്ത ഭാരങ്ങളാൽ നെടുവീർപ്പിടുമ്പോൾ, ജീവിതത്തിന്റെ പദം വന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം വരാൻ ആർക്കും കഴിയാതിരിക്കുമ്പോൾ, ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കളോട് ഇന്ന് രാത്രിയിൽ തോളിൽ തട്ടി ദൈവാത്മാവ് പറയുന്നു, നിയമിക്കപ്പെട്ട നാളുകൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ നിന്നെ കുറിച്ച് ദൈവത്തിന്റെ നിർണയത്തിൽ പദ്ധതികൾ ഉണ്ടായിരുന്നു. നീ എവിടെ ജനിക്കണം? നിന്റെ മാതാപിതാക്കൾ ആരായിരിക്കണം? നിന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ എങ്ങനെ തുടരണം? നിന്റെ വിദ്യാഭ്യാസ യോഗ്യത എവിടെ എത്തണം? നിന്റെ ജീവിത പങ്കാളി ആരാകണം? നിന്റെ വരുമാന മാർഗം എന്താകണം? നിന്റെ അധ്വാനത്തിന്റെ മേഖല എവിടെ എത്തണം? നിന്റെ ജനനത്തിന്റെ നാഴികയ്ക്കും നിന്റെ മരണത്തിന്റെ വിനാഴികയ്ക്കുമിടയിൽ നീ കടന്നു പോകേണ്ട ജീവിത പാതയെ നേരത്തെ അറിഞ്ഞതിന് ശേഷം ഈ ഭൂമിയിൽ നിന്നെ ജനിക്കാൻ അനുവദിച്ച ദൈവമാണ് ഇന്ന് രാത്രി ഞാനും നീയും ആരാധിക്കുന്നത്. ലോകത്തിലാർക്കുള്ളതിനേക്കാൾ എന്നെ കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമാണ് ഞാൻ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു. കടന്നു പോകുന്ന ശോധനയുടെ പുറകിൽ നിനക്ക് വേണ്ടി കരം ചലിക്കുന്നു. അത് നിന്നെ തകർക്കാനല്ല, രൂപപ്പെടുത്തി നിത്യതയുടെ കുഴപ്പത്തെത്തിക്കാൻ വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ശക്തനായ അനുഗ്രഹീതനായ ദൈവഭക്തൻ ധന്യനായ പൗലോസ്ലീഹ, മികവുറ്റ താർക്കികൻ, ഇടയറ്റ പ്രഭാഷകൻ, ഈ ദൈവഭക്തന്റെ ജീവിതത്തിന്റെ സന്ധ്യാവേളയോട് അടുക്കുകയാണ്. മരണം ഒരു വെളിപ്പാട് അകലെ തന്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്നു. ശ്രദ്ധിക്കൂ, മരണസ്ഥലം, മരണസമയം, മരണവിധം, ഇത് മൂന്നും മരണത്തിന് മുൻപ് തനിക്ക് നന്നായി മനസ്സിലായി കഴിയും. സാധാരണ നിലയിലുള്ള മരണമല്ല, ഒരു യാത്ര കഴിഞ്ഞായിരിക്കും മരണം എന്ന് സൂചിപ്പിക്കത്തക്ക ശൈലി താൻ ഉപയോഗിച്ചു. തന്റെ മരണം സാധാരണ മരണമല്ല, അതൊരു പാനീയ യാഗബലി പോലെ. യാഗപീഠത്തിലെ യാഗമൃഗത്തിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയുന്നത് പോലെ തന്റെ കഴുത്തു മുറിയുന്ന ചോര അതിനുപയോഗിച്ച പീഠത്തിന്റെ ചുവട്ടിൽ വീഴും എന്ന് തനിക്ക് വ്യക്തമായത് താൻ അത് വാക്കുകൾ കൊണ്ട് തന്നെ പ്രകടിപ്പിച്ചു. മരണത്തോട് താൻ അടുക്കുകയാണ്. ഇവിടെ അല്പം ചരിത്രം എന്റെ സഹോദരങ്ങൾ ഗ്രഹിക്കുവാൻ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ചില മിനിറ്റുകൾ ആ ചരിത്രത്തിൽ എന്ന് ക്ഷണിക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു സാധാരണ പ്രസംഗം ഈ പുൾപിറ്റിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ എന്റെ മുൻപിലിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് ഇടപെടുന്ന ദൂത് പറയാൻ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ നൽകുന്ന പ്രകാശനം ഈ രാത്രി നിങ്ങളുടെ മുൻപിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവാത്മാവ് അത് പതിച്ചെടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിലെ വലിയ ലൗകിക സാമ്രാജ്യം റോമാ സാമ്രാജ്യം. റോമാ സാമ്രാജ്യത്തിലെ നീചന്മാരായ നിരവധി ഭരണകർത്താക്കൾ ഉള്ളതിൽ ഏറ്റവും കൊടിയ നീചൻ എന്ന് ചിത്രീകരിക്കാവുന്ന വ്യക്തിയാണ് നീറോ. AD 54 മുതൽ 68 വരെയുള്ള കാലഘട്ടത്തിൽ റോമിനെ ഭരിച്ച ഏറ്റവും കുടിലനും മാനസിക രോഗിയുമായ നീറോ സ്വന്തം ഭാര്യയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, സ്വന്തം അമ്മയെ സ്വന്തം കൈകൊണ്ട് കൊന്ന, ഒടുവിൽ ആത്മഹത്യ ചെയ്ത് അവസാനിച്ച നീറോ ഒരു ക്രിസ്തു വിരോധിയായിരുന്നു. അദ്ദേഹം ഒരു ശില്പകലാ വിദഗ്ധനായിരുന്നു. അദ്ദേഹം റോമിനെ നയന മനോഹരമായി പുനർനിർമ്മാണം ചെയ്യുവാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പല പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ട് ഒരു ആർക്കിടെക്ചറൽ പ്ലാൻ താൻ അതിനുവേണ്ടി തയ്യാറാക്കി. ആ പ്ലാൻ അനുസരിച്ച് പണി തുടങ്ങുവാൻ ആഗ്രഹിച്ചെങ്കിൽ തന്നെയും സാധാരണക്കാർ റോമിന്റെ പ്രധാന ഭാഗത്തു നിന്നും ഒഴിഞ്ഞു പോകാത്തത് കൊണ്ട് അവരെ ഒഴിച്ചുവിടാൻ കൃത്രിമമായി തന്ത്രപൂർവ്വം ഒരു അഗ്നിബാധ താൻ രൂപം കൊടുക്കും. തന്റെ കിങ്കരന്മാരെ കൊണ്ട് റോമിനെ അഗ്നിബാധയിൽ കത്തിച്ചു. നിരവധി സാധാരണക്കാർ, സാധുക്കൾ, സാധാരണ പർണശാലകളിൽ കുടിലുകളിൽ വിശ്രമിക്കുന്ന സാധുക്കൾ വഴിയോരങ്ങളിൽ ഈ അഗ്നിബാധയിൽ കത്തി അമരുമ്പോൾ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും നിലവിളി മാനം മുട്ടെ ഉയരുമ്പോൾ മനോരോഗിയായ അദ്ദേഹം ഇത് കണ്ട് ആനന്ദിക്കത്തക്ക സമനില തെറ്റിയവനായി ഒടുവിൽ ജനം
അദ്ദേഹത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. ഈ അഗ്നിബാധയുടെ ഉത്തരവാദി നീറോ ആയതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലുക എന്ന പ്ലാൻ വരെ സാധാരണക്കാർക്ക് ഉണ്ടായതായി ചരിത്രം പറയുന്നു. അതോടുകൂടെ ജനക്കൂട്ടം ഭയങ്കരമായി പ്രക്ഷോഭമായി നീറോയുടെ കൊട്ടാരത്തിന് നേരെ ആഞ്ഞെടുക്കുകയാണ്. ആ സമയത്ത് നീറോയ്ക്ക് മനസ്സിലായി രംഗം അപകടകരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരു തന്ത്രം ഉപയോഗിച്ചു. എന്തെന്നറിയാമോ? ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ ക്രിസ്ത്യാനികളാണ്. ഭൂമിയെ തീ കൊണ്ട് നശിപ്പിക്കും എന്ന് പ്രസംഗിക്കുന്ന ഒരുപറ്റം ആളുകൾ ഇവിടെയുണ്ട്. അവരാണ് ക്രിസ്ത്യാനികൾ. അവരാണ് ഈ അഗ്നിബാധയുടെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചതോടുകൂടെ ഈ കിംവദന്തിക്ക് മുൻപിൽ ക്രൈസ്തവർ ഈ അഗ്നിബാധയ്ക്ക് ബലിയാളുകളായി മാറി. ആയിരക്കണക്കിന് ക്രൈസ്തവർ നീചമായി കൊല ചെയ്യപ്പെടുകയാണ്. അടകല്ലിലേക്ക് തല കയറ്റി വെച്ച് കൂടം കൊണ്ട് തല തല്ലിപ്പൊട്ടിച്ച് വായിലൂടെ വെള്ളം അടിച്ച് കയറ്റി ഉദരം വീർപ്പിച്ച് മലർത്തി കിടത്തി കുതിരയെ കൊണ്ട് വയറ് ചവിട്ടിപ്പൊട്ടിച്ച് വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ ചെമ്പ് ചങ്ങല കൊണ്ട് വലിച്ചടുപ്പിച്ച് കൈകാലുകളതിൽ ചേർത്ത് കെട്ടിയിട്ട് ശരീരഭാഗങ്ങളെ 2 തുണ്ടുകളാക്കി കീറി മാറ്റി മുപ്പല്ലിയിൽ കുത്തി ഉയർത്തി തീക്കകത്തിട്ട് ദഹിപ്പിച്ച് ഉടൽമാല ഉദരം പിളർന്ന് ഭീകരന്മാർ പുറത്തേക്ക് വലിച്ചെടുത്ത് വൃക്ഷക്കൊമ്പുകളിൽ കെട്ടിവലിച്ച് കുതിരയുടെ വാലിൽ കെട്ടി കല്ലും മുള്ളും നിറഞ്ഞ വലിത്താരയിലൂടെ വലിച്ചിഴച്ചു കൊന്ന് കടുംതൂക്കുകളുടെ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ് ചിഹ്ന ഭിന്നമായി തകർത്ത് അതിനീചവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായി ക്രിസ്ത്യാനികളെ കൊന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ആ കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. വാളുകൊണ്ട് ക്രിസ്ത്യാനികളെ വെട്ടിക്കൊല്ലുന്നു. തീയിൽ ക്രിസ്ത്യാനികളെ ദഹിപ്പിച്ച് ചാമ്പലാക്കുന്നു. ഘോര മൃഗങ്ങൾക്ക് ക്രിസ്ത്യാനികളെ വലിച്ചെറിയുന്നു. അങ്ങനെ ക്രിസ്ത്യാനികൾ കൂട്ടമായി കൊല ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിൽ കർത്താവിന് സ്തോത്രം, അന്ന് അറിയപ്പെട്ട 2 കർത്തൃദാസന്മാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇത് പൗലോസിന്റെ 2ാം കാരാഗ്രഹവാസം. ആദ്യത്തേതിനേക്കാൾ ഏറ്റവും ഭീകരമായി മർമാട്ടിൻ ഗുഹകളിൽ തന്നെ ഇട്ട് പീഡിപ്പിക്കുന്ന സമയം. അന്ന് പൗലോസിനെ അറസ്റ്റ് ചെയ്യുന്നതിനോടനുബന്ധിച്ച് ദൈവത്തിന് സ്തോത്രം, പത്രോസിനെ ബാബിലോണിൽ നിന്നും അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ച് വിസ്താരം കഴിഞ്ഞ് തന്റെ ഇംഗിത പ്രകാരം തലകീഴായി ക്രൂശിച്ചു കൊന്നു. ഒടുവിൽ കർപ്പോസ് എന്ന കർത്തൃദാസന്റെ വീട്ടിൽ പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളുമായി പ്രാർത്ഥനയിലായിരുന്ന പൗലോസിനെ ഉടുതുണിക്ക് മറുതുണിയെടുക്കാൻ അനുവദിക്കാതെ യൂറോപ്പിന്റെ കൊടിയ ശൈത്യത്തിൽ തണുപ്പ് മാറാൻ ഒരു പുതപ്പ് പോലും എടുക്കാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്ത് റോമിലെത്തിച്ച് അദ്ദേഹത്തെ വിസ്തരിച്ച് ഒടുവിൽ ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി ഒരു ചന്ത ദിവസം കഴുത്ത് വെട്ടി കൊല്ലുവാൻ റോമൻ കോടതി തീരുമാനിച്ചു. അങ്ങനെ അതിന് തൊട്ടു മുൻപുള്ള ദിനങ്ങൾ ഈ കർത്തൃദാസനെ ആ ദണ്ഡന മുറിയിൽ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അത് സാധാരണ ദണ്ഡന മുറിയല്ല. ടൈബർ നദി കൂലം കുത്തി പതഞ്ഞു നുരഞ്ഞൊഴുകുന്നതിന്റെ ഒരു വശത്ത് ഉയർന്നു നിൽക്കുന്ന കരിമ്പാറയിൽ തൊട്ട് താഴേക്ക് കൊത്തിയിറക്കി പണിത ചരിത്ര വിസ്മൃതികൾ പേറി ഇന്നുമുള്ള റോമിലെ മർമാട്ടിൻ ഗുഹകളിൽ ഒന്നിൽ ഈ കർത്തൃദാസൻ കിടക്കുന്ന രംഗം നിങ്ങൾ ഇന്ന് രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് കണ്ണുകൾ ഉയർത്തി ഒന്ന് കാണുക. അന്ന് അറിയപ്പെട്ട ദൈവത്തിന് സ്തോത്രം 30-ലധികം പട്ടണങ്ങളിലും 39-ലധികം ദ്വീപുകളിലും അടിച്ചുയർന്നൊരു കൊടുങ്കാറ്റ് പോലെ സുവിശേഷത്തിന്റെ ദീപശിഖ ഉയർത്തിയ ശക്തനായ കർത്തൃദാസൻ, നിരവധി സഭകൾ സ്ഥാപിച്ച ദൈവഭൃത്യൻ കിടക്കുന്ന രംഗം നിങ്ങൾ കാണണം. അതിനെക്കുറിച്ച് പറയുന്നത് 10-15 അടി വരെ തൊട്ട് താഴേക്ക് ഈ ഗുഹയ്ക്ക് ഇറക്കമുണ്ട്, ജയിൽ മുറിക്ക് ഇറക്കമുണ്ട്. ആ മുറിയുടെ ഏതാണ്ട് പകുതി മുകൾ ഭാഗത്തായി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു കൽക്കഷണമുണ്ട്. ആ കൽക്കഷണത്തിലോട്ട് കയറിയിരുന്നാൽ മുകളിലൂടെ അടയ്ക്കുന്ന ആ പ്രത്യേക കൽക്കവാടത്തിലൂടെ ഇടയിൽ കൈ കടക്കാവുന്ന ഒരു ദ്വാരമുണ്ട് പോൽ. അതിനിടയിലൂടെയാണ് കുറ്റവാളിക്ക് ജീവൻ നിൽക്കാൻ അപ്പക്കഷണങ്ങൾ ഇട്ടുകൊടുക്കുക. സ്തോത്രം. ഒടുവിൽ മരണം തന്റെ കൺമുൻപിൽ വന്നു നിൽക്കുന്ന സമയം അദ്ദേഹത്തിന് മനസ്സിലായി, ഞാൻ മരണത്തിലേക്ക് അടുക്കുകയാണ്. അത് ഏതാണ്ട് ഒക്ടോബർ നവംബർ മാസങ്ങൾ, ഡിസംബർ ജനുവരി മാസങ്ങളിൽ വരുന്ന കൊടിയ ശൈത്യം സഹിപ്പാൻ കഴിയാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കർത്തൃദാസൻ, ഞാൻ പറഞ്ഞല്ലോ, മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ലാത്ത ഈ ദൈവഭൃത്യൻ ആ കല്ലിലോട്ട് കയറിയിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. മുകളിലൂടെ അരിച്ചിറങ്ങുന്ന പ്രകാശധാരയ്ക്ക് അഭിമുഖമായി
തന്റെ തുകൽ ചുരുൾ നിരത്തി വെച്ചിട്ട് ആത്മസ്പർശിയായി താൻ തൂലിയ കൈകളിലെടുത്ത് ഒട്ടും നിരാശ മനസ്സിൽ തീണ്ടാതെ പരാജിതനെ പോലെ തല താഴ്ത്തിയല്ല, ഒരു ജയാളിയെ പോലെ തല ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തോടെ കുറിച്ചു. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസങ്ങളിൽ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവരിക്കുന്നു. മകനെ തിമോത്തിയോസേ, ശീതകാലത്തിനു മുൻപേ വരുവാൻ ഉത്സാഹിക്കാം. നീ പോരുമ്പോൾ പുതപ്പും പുസ്തകങ്ങളും വിശേഷാൽ ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുപോരുക. പൗലോസേ, നിനക്കവിടെ പുതയ്ക്കാൻ പുതപ്പില്ലേ പൗലോസേ? 65 കോടി ഡോളറിന്റെ സ്വത്തിന് ഉടമയായിരുന്ന ഒരു പിതൃപശ്ചാത്തലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നാണ് കണക്കുകൂട്ടൽ. ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസ നിലയേടിയ താർക്കികനായ ദൈവഭക്തൻ. 3 കപ്പലിന്റെ ഉടമസ്ഥനായിരുന്നു തന്റെ അപ്പൻ എന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ കൊട്ടാര തുല്യമായ വീട്ടിൽ നിന്നാണ് ഇത് എടുത്തുകൊണ്ട് താൻ ഇറങ്ങിയത്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവങ്ങൾ ശ്രദ്ധിക്കണം. കൊട്ടാര തുല്യമായ വീട്ടിൽ നിന്നും കോടികളുടെ ആസ്തികൾക്കിടയിൽ നിന്നും ഇത് എടുത്തുകൊണ്ട് ഇറങ്ങി. എന്നാൽ മരണസമയം നിങ്ങൾ കണ്ണുയർത്തി നോക്കുക, മാറി പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും കയ്യിലില്ല. ഇന്ന് രാത്രി എന്റെ മുൻപിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലെ, വെട്ടിപ്പിടിക്കുന്ന ഭൗതിക നേട്ടമല്ല ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു എന്നതിന്റെ തെളിവ്. ഈ മണ്ണിൽ ഒന്നും നേടിയില്ലെങ്കിലും നിത്യത എനിക്ക് കൈവിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പ് പ്രാപിച്ചൊരു ഭക്തരുണ്ടെങ്കിൽ അതാണ് ധന്യത. പട്ടും ധൂമ്രവസ്ത്രവും ധരിച്ച് സുഖിച്ചു മതിച്ചു കുളച്ചതിന് ശേഷം ഒരു തുള്ളി വെള്ളത്തിനായി പിടയുന്ന നരകമാണ് നിന്നെ കാത്തിരിക്കുന്നതെങ്കിൽ നിന്നെ പോലെ അരിഷ്ടൻ മറ്റാരുമില്ലെന്നും ഈ ഭൂമിയിൽ മാറി പുതയ്ക്കാൻ ഒരു പുതപ്പില്ലെങ്കിലും മാരക രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടാലും ഒരു കഷണം അപ്പത്തിനായി ഇരക്കേണ്ടി വന്നാലും എന്റെ നിത്യത എനിക്ക് കൈവിട്ടു പോയിട്ടില്ല എന്ന് ഉറപ്പ് പ്രാപിച്ചൊരു ദൈവങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ നിന്നെ പോലെ ധന്യൻ മറ്റാരുമില്ലെന്നും വിശ്വസിക്കുന്ന ദൈവങ്ങൾ. സമൃദ്ധിയുടെ ശുശ്രൂഷയിൽ ജനത്തിന്റെ വൈകാര്യതയ്ക്കല്ല സ്തോത്രം ചെയ്യേണ്ടത്, അവസാന സമയം വരെ പിടിച്ച പ്രമാണത്തിൽ എഴുന്നേൽക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതാണ് ധന്യത. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയോ? ഞാൻ പറയാം സഹോദരങ്ങളെ, പുതപ്പ് പുതയ്ക്കാൻ ഭാഗ്യം കിട്ടിയില്ല. ചരിത്രം അതാണ് പറയുന്നത്. ഈ കത്ത് പൗലോസിന്റെ കയ്യിൽ നിന്നും തിഹിക്കോസ് വശം ദൈവത്തിന്റെ സ്തോത്രം തിമോത്തിയോസിന്റെ കയ്യിലെത്തിയപ്പോഴേക്കും സമയം വളരെ വൈകി. അദ്ദേഹം ഈ കത്തുമായി നേരെ കർപ്പോസിന്റെ വീട്ടിലെത്തിയിട്ട് പുതപ്പും പുസ്തകങ്ങളും ചർമ്മലിഖിതങ്ങളും ഒരു കെട്ടായി വാരിക്കെട്ടി അവിടെ നിന്ന് ഉള്ളും മുരടും മലയുമൊക്കെ ചവിട്ടി ദിവസങ്ങൾ യാത്ര ചെയ്ത് റോമിലെത്തി. ചോദിച്ചു, പൗലോസ് എന്നൊരു മനുഷ്യനെ അറിയുമോ? വൃദ്ധനായ, അതിനെക്കുറിച്ച് അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകളുടെ ചിത്രം നരച്ച താടിയും തലമുടിയും വിശാലമായ നെറ്റിത്തടവും കൃഷഗാത്രനായി മുൻപോട്ട് കുനിഞ്ഞ ബലഹീനനായ ആ വൃദ്ധനായ മനുഷ്യൻ നിങ്ങൾ അറിയുമോ? പലരോട് ചോദിച്ചു, പലരും അറിയില്ലെന്ന് പറഞ്ഞ് കൈമാറി. അതിൽ ഒരാൾ പറഞ്ഞു, ഈ പ്രത്യേക മുഖാഭാഗത്ത് ഒരാൾ പറഞ്ഞു, അറിയും. നിന്റെ പേരാണോ തിമോത്തിയോസ്? അതെ, എന്റെ പേരാ തിമോത്തിയോസ്. നിന്റെ പിതാവായിരുന്നോ പൗലോസ്? അതെ, എന്റെ പിതാവായിരുന്ന പൗലോസ്. നിന്നെ ഓർത്തെന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് കേൾക്കാമായിരുന്നു. എന്റെ മകൻ തിമോത്തിയോസ്, അവൻ വരും, അവൻ വരാതിരിക്കില്ല. എന്റെ മകൻ തിമോത്തിയോസ്, അവൻ വരും, വരാതിരിക്കില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുമായിരുന്നു. എന്നാൽ നീ ഒരു ദുഃഖ സത്യം അറിയണം. ഇന്നലെ രാവിലെ നിന്റെ പിതാവിന്റെ ശിരച്ഛേദം റോമൻ ഗവൺമെന്റ് ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിൽ വെച്ച് നടത്തി കഴിഞ്ഞു. ചരിത്രം പറയുന്നത് കയ്യിൽ നിന്ന് കെട്ടുതെറിച്ചു. 2 മുട്ടും നിലത്തോട്ട് കുത്തി 2 കൈകൾ ഉയർത്തിപ്പിടിച്ച് എന്റെ പിതാവേ പൗലോസേ, എന്റെ പിതാവേ പൗലോസേ, ഞാൻ നിന്നെ ഇനി എന്നൊന്ന് കാണും എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവഭൃത്യൻ അലറിക്കരഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. നടന്ന കൃത്യം ഇങ്ങനെ. അന്ന് രാവിലെ കുല നടത്താൻ 10 പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു സംഘത്തെയാണ് റോമൻ ഗവൺമെന്റ് നിയമിച്ചത്.
കാരണം കുല നടക്കുന്ന സ്ഥലം പരസ്യ സ്ഥലമായിരിക്കണം. അവിടെയുള്ള ഒരു പിരമിഡിന്റെ തൊട്ടടുത്തുള്ള ചന്തസ്ഥലത്ത് നിന്ന് യാത്ര തുടങ്ങണം. പൊതുജനങ്ങൾക്ക് മതപരിവർത്തനം ഭയപ്പെടുത്തി തടയുക എന്ന ലക്ഷ്യത്തോടുകൂടെ പൊതു സദസ്സിൽ വെച്ച് നടത്തണം. ഈ നിലയിൽ രാവിലെ സമയം ആ സംഘം കുഴിക്കരയിലെത്തി. നിങ്ങൾ നോക്കുക, ആ കുഴിക്കകത്ത് നിന്ന് ഈ ദൈവവൃത്തിനെ കരയ്ക്കോട്ട് കയറ്റിയിട്ട് 5 പടയാളികൾ ഒരു വശത്ത് നിരന്നു, 5 പടയാളികൾ മറുവശത്ത് നിരന്നു. നടുക്ക് ഈ ദൈവവൃത്തിനെ 2 വശത്ത് നിൽക്കുന്ന പടയാളികളോട് ബന്ധിച്ച് ചങ്ങലയ്ക്കിട്ടു. തൊട്ടുപുറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആരാച്ചാർ തയ്യാറായി നിന്നു. 10 പേർ ഉൾക്കൊള്ളുന്ന ഈ കൊല നടത്താൻ, കൃത്യം നടത്താൻ വേർതിരിക്കപ്പെട്ട സംഘം അവിടെ നിന്നും യാത്ര തുടരുകയാണ്. 5 പടയാളികൾ ഒരു വശത്ത്, 5 പടയാളികൾ മറുവശത്ത്. നടുവിൽ ഈ വൃദ്ധനായ ദൈവവൃത്യൻ, തൊട്ടുപുറകിൽ ഊരിപ്പിടിച്ച വാളുമായി ആരാച്ചാർ. യാത്ര നേരെ തൊട്ടടുത്തുള്ള ചന്തസ്ഥലത്തേക്ക്. ഒരു പിരമിഡുണ്ട് അവിടെ, ചരിത്ര പ്രസിദ്ധമാണത്. അവിടെ ഒരു ചന്തയുണ്ട്. അന്നത്തെ ദിവസം അതിന്റെ സമയമാണ്. ആ സദസ്സിനെ സാക്ഷി നിർത്തി അല്പ മിനിറ്റുകൾക്ക് ശേഷം കൊല നടത്തണം. അതുകൊണ്ട് പരസ്യമായി മതപരിവർത്തനവും മതപ്രചരണവും തടയുക എന്നതിന് ഭയപ്പെടുത്താൻ പരസ്യമായിട്ടായിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇതാ സമയം സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ സംഘം നേരെ ചന്തഭാഗത്തേക്ക് കയറി. ഒരു വലിയ സമൂഹം തൊട്ടുപുറകിൽ കൂടി ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥി വരെ ആ വഴിത്താര തുടരുകയാണ്. 2.5 മൈൽ നീളം അതാ നടന്നു നീങ്ങുകയാണ്. തൊട്ടുപുറകിൽ ജനക്കൂട്ടം കൂക്ക് വിളിച്ചുകൊണ്ട്, ബഹളം വെച്ചുകൊണ്ട്, പരിഹസിച്ചുകൊണ്ട് അവർ പുറകെ അടുക്കുന്ന സമയം തൊട്ടു മുൻപിൽ 10 പടയാളികൾക്ക് നടുവിൽ ചങ്ങലയ്ക്കിടപ്പെട്ട കൈകളോടുകൂടെ ഈ കർത്തൃദാസൻ നടന്നു നീങ്ങുന്ന രംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. സ്തോത്രം. അല്പം നടന്നു നീങ്ങിക്കഴിഞ്ഞാൽ ചെത്തുന്ന വിശാലമായ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൽത്തൂണിലേക്ക് തലചായ്ച്ച് കൊല്ലപ്പെടുക എന്ന രംഗമാണ് തൊട്ടു മുൻപിലുള്ളത്. ആ യാത്ര തുടരുന്ന രംഗം എന്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കണ്ണുകളെ ഞാൻ ആ മേഖലയിലേക്ക് ഒന്ന് ക്ഷണിക്കുകയാണ്. സ്തോത്രം. നിരാശ ലെവലേശമില്ല. ആ 2 കൈകളും ചങ്ങലയ്ക്കിട്ട് ആ ഓസ്തിയയ്ക്ക് തിരിയുന്ന രാജവീഥിയിലേക്ക് നടന്നു നീങ്ങുന്ന പ്രത്യേക സമയം ആ മുഖത്തേക്ക് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. നിരാശ ലെവലേശമില്ല. എന്തായിരിക്കും ആ മുഖത്ത് തുള്ളിത്തുടിക്കുന്ന അവസ്ഥ, ആ ഹൃദയത്തിൽ തുള്ളുന്ന ചിന്ത എന്തായിരിക്കും? ഞാൻ പറയാം. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ കാക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് പറഞ്ഞ കർത്തൃദാസൻ അങ്ങോട്ട് ചേരാനുള്ള കൊതിയോടുകൂടെയാണ് നടന്നു നീങ്ങുന്നത്. ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തേജസ്സിന്റെ പ്രഭയിൽ ഇറങ്ങി വന്ന് മുള്ളിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് നന്നല്ലെന്ന് അരുളി ചെയ്ത കർത്താവിനെ നേരിട്ട് കാണാനുള്ള സമയം അടുത്തു വരുന്നു എന്ന ചിന്ത അകത്ത് ഭരിക്കുമ്പോൾ തന്റെ കാലുകൾക്ക് വേഗത വർദ്ധിക്കുകയാണ്. സ്തോത്രം. 3-ാം സ്വർഗത്തോട് വെടുക്കപ്പെട്ട് ഒരു നാൾ കണ്ട വെളിപ്പാടുകളുടെ ആധിക്യം ഇനി അധികം താമസിക്കാതെ എന്റെ ആത്മയാളത്വത്തിൽ നേരിട്ട് കാണാനുള്ള സമയം അടുത്തു വരുന്നു എന്ന ചിന്ത തന്നെ ഭരിക്കുമ്പോൾ തന്റെ കാലുകൾക്ക് വേഗത കൂടി നടന്നു നീങ്ങുകയാണ്. സ്തോത്രം. ഇതാ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ മുട്ടുകുത്താൻ ആരാച്ചാർ പറഞ്ഞു. മുട്ടുകുത്തി. അദ്ദേഹത്തിന്റെ പിൻപോട്ട് ബന്ധിച്ച കൈകൾ, ആ കഴുത്ത് മുൻപോട്ട് ചരിഞ്ഞു. സ്തോത്രം. കഴുത്തോടുകൂടെ തലയോടുകൂടെ മുൻപോട്ട് ചായ്ച്ച ആ ജഡം സെക്കൻഡുകൾ കൊണ്ട് ആരാച്ചാറിന്റെ മിന്നിത്തിറങ്ങുന്ന പടവാൾ ഒന്ന് കയറി ഇറങ്ങി. അപ്പോഴേക്കും ആ കബന്ധം, ആ ജഡം പുറകോട്ടു മലച്ചു. ആ കഴുത്തിൽ നിന്നും വേർപെട്ട ശിരസ് 3 തെറിച്ചുരുണ്ടു. ആ അഭിഷിക്തൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ. ഞാനിന്ന് രാത്രി എന്റെ മുന്നിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, ആയുസ് കൊണ്ട് എന്ത് നേടി? ആയുസ് കൊണ്ട് എന്ത് നേടി? ഇവിടെയുള്ള ഭൗതിക നേട്ടങ്ങളുടെ മാനദണ്ഡം വെച്ച് പറഞ്ഞാൽ ഒന്നും നേടിയില്ല. എന്നാൽ നിത്യത കൈവിട്ടു പോകാതെ അവിടെ എത്തി. ഇന്ന് രാത്രി എന്റെ മുൻപിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന കർത്തൃദാസ, അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി നയിക്കപ്പെട്ട അഭിഷിക്ത, കൃപ ലഭിച്ച ദൈവവൈദ്യരെ, സഹിക്കാൻ കഴിയാത്തതാണ് നിന്റെ ജീവിതത്തിന് മുൻപിൽ ഉയർന്നു നിൽക്കുന്നതെങ്കിലും നിന്റെ ആയുസ് കൊണ്ട് ദൈവം നിന്നെ ഏൽപ്പിച്ച ഹിതം പൂർത്തിയാക്കി എന്ന് പറയാൻ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അതുപോലെ ധന്യത മറ്റൊന്നില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കണ്ണുയർത്തി നോക്കട്ടെ. ഈ രാത്രി നിങ്ങളെ ചൂണ്ടി ദൈവാത്മാവ് ചോദിക്കുന്നു,
ഭൗതിക നേട്ടമാണോ വലുത്, അതോ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കലാണോ വലുത്? നിങ്ങളിൽ ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ഉന്നതമായ പദ്ധതിയുണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ കർത്തൃദാസൻ അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ എഴുതിയത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. മറ്റുള്ളവരോട് തുറന്നു പറയാൻ കഴിയാത്ത മനോവേദനകൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഈ ചോദ്യത്തിന് ആര് ഉത്തരം തരും, ഈ വിഷയത്തിന് ആര് മറുപടി തരും, എന്റെ ഈ ഭാരത്തിന്റെ പരിഹാരം എവിടെ, ഇതെനിക്ക് സംഭവിക്കാൻ കാരണമെന്ത് എന്ന് ചോദിക്കുന്ന ചിലരെങ്കിലും ഇന്ന് രാത്രി യോഗത്തിലുണ്ടെങ്കിൽ നിന്റെ തോളിൽ തട്ടി ദൈവാത്മാവ് പറയുന്നു, ഈ ശോധന നിനക്ക് തിന്മയ്ക്കല്ല, നിനക്ക് നന്മയ്ക്കാണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം വരാൻ തുടങ്ങുന്നു. ഈ കഷ്ടതയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വിഷയമാണ് നിന്റെ മനസ്സിനെ ചുറ്റിപ്പിടിച്ച് ഇന്ന് രാത്രിയിൽ വേദനിപ്പിക്കുന്നതെങ്കിലും നിന്റെ വേദനയ്ക്ക് നടുവിൽ നിനക്ക് വേണ്ടിയ കരം ചലിക്കുന്നു. ഈ ശോധന നന്മയാണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങൾ വരാൻ തുടങ്ങുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി. നീ അനുഭവിക്കുന്ന പരിശോധനകൾ അതിൽ തന്നെ നന്മയല്ലെങ്കിലും അവസാനത്തെ അധ്യായം എത്തുമ്പോൾ അത് നന്മയ്ക്കാക്കി മാറ്റത്തക്ക വിധത്തിൽ ഒരു കരം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുന്ന ദൈവങ്ങൾ വിളിച്ചു പറയാം, ഇതിന്റെ പുറകിൽ മനുഷ്യന്റെ കരമല്ല, ഈ ശോധനയുടെ പുറകിൽ ദൈവത്തിന്റെ കരം തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അനുഗ്രഹീതനായ ഒരു കർത്തൃദാസൻ ബൈബിൾ കോളേജിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം പാഠ്യവിഷയമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇങ്ങനെ പഠിപ്പിച്ചു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പോൾ വേദവിദ്യാർത്ഥികളിൽ ഒരാൾ ചോദിച്ചു, സാറേ ആ വാക്യം ശരിയാണോ? സകലതും നന്മയ്ക്കാണോ? അപ്പോൾ ആക്സിഡന്റും മരണവും മാരകരോഗവും ഒക്കെ നന്മയ്ക്കാണോ? ഈ സമയം ആ കർത്തൃദാസൻ ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞെ, ഈ തീരത്ത് വെച്ച് നാം നോക്കുമ്പോൾ അത് തിന്മയാണെങ്കിലും നിത്യതയുടെ തീരത്ത് ചെന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ നീ അറിയാത്ത ഒരു നന്മ ഇതിന്റെ പുറകിൽ ഉയർന്നിരുന്നു എന്ന് നിനക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന കർത്തൃദാസ, ആത്മനിറവ് പ്രാപിച്ച ദൈവവൈതലേ, ഇന്നത്തെ തീരത്ത് നിന്ന് നീ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിയാത്തതാണ് ഈ യാത്ര നീ സഹിക്കുന്നതെങ്കിലും നിത്യതയുടെ തീരം ഒരു നാൾ അണയുമ്പോൾ അവിടുന്ന് തിരിച്ചു നോക്കുമ്പോൾ നീ പറയും, ആ ശോധനയുടെ പുറകിൽ ഒരു കരം ചലിച്ചിരുന്നു, അതെന്നെ തകർക്കാനല്ല, അതെന്നെ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കാനുള്ള കരമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ ഭാഗത്ത് റാന്നിക്ക് സമീപം പഴയ ഒരു പിതാവ് കർത്തൃ ശുശ്രൂഷയിൽ അധ്വാനിച്ച ഒരു പഴയ അപ്പച്ചൻ താമസിച്ചിരുന്നു. 99 വയസ്സ് പ്രായമായിരുന്ന എന്റെ വല്യമ്മച്ചി പറഞ്ഞ ഒരു അനുഭവം എന്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ആ പഴയ കർത്തൃദാസൻ അന്നത്തെ കാലത്ത് ദൈവദാസന്മാർ ഉപയോഗിക്കുന്ന 2-ാം മുണ്ട് കഴുത്തിൽ കൂടെ ചുറ്റി അതിന്റെ ഒരു തലപ്പെടുത്ത് മുഖത്തിന്റെ ഭാഗത്തേക്ക് നോക്കി അത് വിങ്ങി വിങ്ങി കരഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് കുത്തി ഞങ്ങളുടെ വീടിന്റെ ഭാഗത്തുള്ള റബ്ബറിൻ തോട്ടത്തിലൂടെ കയറി വരുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഞങ്ങളുടെ അമ്മച്ചി ഇറങ്ങിച്ചെന്ന് ചോദിച്ചു, അച്ചായ എന്നെ കരയുന്നേ? അപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, കൊച്ചമ്മേ, എനിക്ക് സഹിക്കാൻ വയ്യ. എന്ത് പറ്റി അച്ചായ? വീണ്ടും ജനനം യഥാർത്ഥ അനുഭവത്തിൽ പ്രാപിക്കാത്ത എന്റെ ജീവിത പങ്കാളി ശുശ്രൂഷയിൽ മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കാത്ത പ്രതിസന്ധിയായിരിക്കുന്നു. ഇല്ല, എനിക്ക് മുന്നോട്ട് പോകാൻ നിവർത്തിയില്ല കൊച്ചമ്മേ. എങ്ങോട്ട് പോവുക അച്ചായൻ? ഞാൻ ഇതിന്റെ മുകളിലുള്ള ഒറ്റപ്പെട്ട ആ സ്ഥലത്തേക്ക് പോവുക, ചില നേരം ഒന്ന് പ്രാർത്ഥിക്കാൻ. എന്താ പ്രാർത്ഥിക്കാൻ പോകുന്നത്? അപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഒന്നുകിൽ ഈ കൂട് പൊളിച്ച് എന്നെ നിത്യ വീട്ടിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ എന്റെ വീട്ടിലെ തള്ളക്കിളിയെ നന്നാക്കി തരണം. ഇത് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. അദ്ദേഹം പോയി മണിക്കൂറുകളിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്ന സമയം അന്നത്തെ കാലത്ത് കടുങ്കാപ്പിക്കകത്ത് കണ്ണുനീർ ഒഴിച്ച് ഓടിക്കൊണ്ടുവന്ന് കൊടുത്തിട്ട് കണ്ണുനീരോടെ വിതുമ്പിക്കൊണ്ട് നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ
രണ്ടാം മുണ്ടുകൊണ്ട് കുത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പ്രായമുള്ള വൃദ്ധനായ അപ്പച്ചനോട് എന്റെ വല്യമ്മച്ചി ചോദിച്ചു, അച്ചായ ദൈവത്തോട് ചോദിച്ചോ? ചോദിച്ചു. എന്നിട്ട് ദൈവം എന്തോ മറുപടി പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, കൊച്ചമ്മേ, ദൈവം എന്നോട് പറഞ്ഞു, ഈ കല്ലേൽ അലക്കിയെങ്കിലേ ഈ തുണി വെളുക്കൂ എന്ന്. മനസ്സിലായ എത്ര വേണം? വാഷിംഗ് മെഷീന്റെ കാലമായതുകൊണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഏത് കല്ലേൽ അലക്കിയാൽ നീ കറയില്ലാതെ നിത്യതയിലെത്തുമെന്ന് ഇന്ന് നിനക്കറിയില്ല. എന്നാൽ അന്ന് വെളിപ്പെടുമ്പോൾ മനസ്സിലാകും. നീ അനുഭവിക്കുന്ന ഇന്നത്തെ ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചിരുന്നു. അത് വെളിപ്പെടുന്ന ഒരു ദിവസം ഇന്ന് രാത്രി ഇരിക്കുന്ന ആത്മാവിൽ എന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, മഹാദൈവത്തിന്റെ കരമാണ്. എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രത്യേക സംഭവം, ഞാൻ ഇംഗ്ലണ്ടിൽ കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ അവിടെയുള്ള ഒരു കർത്തൃദാസന്റെ അനുഭവത്തെ കുറിച്ച് കേട്ടപ്പോൾ മനസ്സിലായി. മറ്റൊന്നല്ല, അവിടെ ഒരു കർത്തൃദാസൻ, അദ്ദേഹം അന്നത്തെ കാലത്ത്, പണ്ടേ കാലത്ത് യോഗത്തിന് പോകുന്നത് കുതിരപ്പുറത്താണ്. കുതിരപ്പുറത്ത് യോഗത്തിന് പോകുന്ന സമയം, അന്നൊരിക്കൽ സന്ധ്യയ്ക്ക് സമയം വളരെ പോയത് കൊണ്ട് ഉണങ്ങാനിട്ട സോക്സ് ശരിയായിട്ട് പൊട്ടിക്കളയാതെ എടുത്തിട്ട് താൻ വേഗം കുതിരപ്പുറത്ത് കയറി കുതിരയെ ഓടിച്ച് യാത്ര തുടർന്നു. പക്ഷേ സോക്സിനകത്ത് ഉറുമ്പുണ്ടായിരുന്നുകൊണ്ട് വല്ലാതെ ഉറുമ്പുകടി തുടങ്ങി. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ ചിരിക്കുമെങ്കിലും അകത്ത് ഉറുമ്പ് കടിക്കുന്ന ഒത്തിരി പേരില്ലേ? സ്തോത്രം. ഈ ദൈവദാസൻ കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിലും കുനിഞ്ഞു കിടന്ന് വിരൽ ഈ സോക്സിന് ഇടയിലോട്ട് ഇറക്കി ഉറുമ്പിനെ ഞെരടിയാ യോഗത്തിന് പോയത്. അന്ന് രാത്രി യോഗം കഴിഞ്ഞു. ഒരുപറ്റം ആളുകൾ രക്ഷിക്കപ്പെട്ടു. അതൊരു കാട്ടുകള്ളനും സംഘവും പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടു. ഇദ്ദേഹത്തിന് കാട്ടുകള്ളന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തു. സാക്ഷ്യം പറയാൻ അവസരം കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ് അത്ഭുതകരം. അദ്ദേഹം പറഞ്ഞു, ഈ കാട്ടുകള്ളൻ പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഇന്ന് രാത്രി ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ ഈ ദൈവദാസന്റെ പുറകിൽ കണ്ടു. ആ കാട്ടുകള്ളൻ പറഞ്ഞ വാക്കുകൾ: ഇന്ന് രാത്രി ഇദ്ദേഹത്തെ കൊല്ലാൻ കാട്ടുപാതയിൽ കമ്പി വലിച്ചു കെട്ടി ഞങ്ങൾ കാത്തു നിൽക്കുകയായിരുന്നു. വഴിവക്കിൽ രാത്രിയിൽ വനാന്തരത്തിലെ കൂടുപാതയിൽ കമ്പി കുറുകെ വലിച്ചു കെട്ടി ഇദ്ദേഹത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ കമ്പിയുടെ അടുക്കലേക്ക് കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യുന്ന ഇദ്ദേഹത്തിന് തലയടുത്ത സമയം ഇദ്ദേഹം കുനിഞ്ഞു. അവിടുന്ന് ഞങ്ങൾ കമ്പി അടിച്ച് മറ്റൊരിടത്ത് കൊണ്ട് കെട്ടി. അവിടെ കമ്പിയുടെ അടുക്കലേക്ക് തലയെടുത്തപ്പോൾ ഇയാൾ കുനിഞ്ഞു. 3-4 പ്രാവശ്യം ഇത് ആവർത്തിച്ചപ്പോൾ അവിടെ എല്ലാം ഇയാൾ കുനിഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി, മരണം കമ്പിയുടെ അടുക്കലേക്ക് ഇയാളുടെ തലയെടുക്കുന്ന സമയം ഇയാളുടെ തലയെ കുനിക്കുന്ന ഒരു ശക്തി ഇയാളുടെ പുറകിൽ വ്യാപരിക്കുന്നു. അത് സാധാരണ കരമല്ല, അത് ദൈവത്തിന്റെ കരം തന്നെയാണ്. ഈ ദൈവദാസനോട് ചോദിക്കണം, ഉറുമ്പിനെ നേരിടാൻ പുള്ളി കുനിഞ്ഞതാ. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈദ്യനെ, നിനക്ക് സഹിക്കാൻ കഴിയാത്ത ചിലത് നിന്റെ സ്വകാര്യതകളിൽ വേദനിക്കുമ്പോൾ നീ അനുഭവിക്കുന്ന പരിശോധനയുടെ അർത്ഥം എന്താണെന്ന് ഇന്ന് നിനക്കറിയത്തില്ലെങ്കിലും ഒരു ദിവസം നിത്യതയുടെ തീരത്ത് നീ എത്തിച്ചേരുന്ന ഉയർപ്പിൻ പ്രഭാതത്തിൽ വിശുദ്ധ സഞ്ചയങ്ങൾക്ക് നടുവിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന നീ അന്ന് കാണും ഈ ശോധനയുടെ പുറങ്ങളിൽ കരം ധരിച്ചിരുന്നു. അതെന്നെ തകർക്കാറില്ല, എന്നെ പണതക്കാരൻ കരം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഇത് നിങ്ങളുടെ അകത്തൊന്ന് കയറണം എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇത് അകത്ത് കയറിയാൽ നിശ്ചയമായി പല തെറ്റിദ്ധാരണകളും മാറും. ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കണം. വിശേഷിച്ച കർത്താവിന് സ്തോത്രം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന 28, 29, 30 വാക്യങ്ങളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് പതിയിക്കണം എന്ന് രാത്രി എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തിന്റെ പരിമിതിയും ഞാൻ ഭയപ്പെടുന്നെങ്കിലും വളരെ ശ്രദ്ധിക്കുക. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. ഇന്ന് രാത്രി നിന്റെ മുഖത്ത് ചൂണ്ടി ദൈവാത്മ പ്രേരിതനായി ഞാൻ വിളിച്ചു പറയുന്നു, പ്രവചനാത്മാവിനെ വിളിച്ചു പറയുന്നു, 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ ജനിക്കാൻ അനുവദിച്ചത്. ആ 5 വിരലുകളൊന്ന് ഉയർത്തിപ്പിടിച്ചാൽ
എല്ലാവരും 5 വിരലുകൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഈ 5 വിരലുകളിൽ ഈ 5 കൂട്ടം കാര്യങ്ങൾ ഒന്ന് മനസ്സിൽ കുറിച്ച് പതിക്കണം. സ്തോത്രം. അവൻ മുന്നറിഞ്ഞവരെ. ഒന്ന്, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞു. ഇത് വിശ്വസിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഞാൻ ചിട്ടിക്ക് പിടിക്കപ്പെട്ടതല്ല, ഞാൻ ലേലത്തിന് വന്നു കയറിയതല്ല, ഞാൻ പാട്ടത്തിന് വന്നു കയറിയതല്ല, എന്നെ ഒറ്റയ്ക്കെടുത്തതല്ല, എന്റെ ദൈവം എന്നെ മുന്നറിഞ്ഞതാണ് എന്ന ബോധ്യമുള്ള ദൈവം ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറ, ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ മുന്നറിയപ്പെട്ട ദൈവം. തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ എന്നെ മുൻ നിയമിച്ചിരിക്കുന്നു. ഇന്ന് രാത്രി കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്തിട്ട് നിയമിച്ചു. സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചു. ഒന്ന് കരമുയർത്തി പറയാമോ? ഞാൻ സാധാരണക്കാരനല്ല, ഞാൻ വിളിക്കപ്പെട്ട ദൈവവൈതനാണ്. സ്തോത്രം. വിളിച്ചവരെ നീതീകരിച്ചു. നോക്കുക, 4ാമത്തെ സ്റ്റെപ്പ്, നിന്റെ മേൽ പകരപ്പെട്ട നീതീകരണം സാധാരണയല്ല, ഇതൊരു ഡിവൈൻ പർപ്പസിന് വേണ്ടിയാണ് ദൈവം നിന്നെ നീതീകരിച്ചു. നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഇന്ന് രാത്രിയെ രംഗം ഇവിടെ അവസാനിപ്പിക്കില്ല. കല്ലറയ്ക്കപ്പുറത്ത്, കുഴിമാടത്തിനപ്പുറത്ത് ഒരു തേജസ്കരണം എന്നെ കാത്തിരിക്കുന്നു എന്ന ബോധ്യമുള്ള ദൈവമക്കൾ കണ്ണുയർത്തി കാണട്ടെ. എന്റെ ദൈവത്തിന്റെ കാര്യപരിപാടിയിൽ ഒരു തേജസ്കരണം എനിക്കായി വെച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ. 1, ദൈവത്തിന്റെ മുന്നറിവ്. 2, ദൈവത്തിന്റെ മുൻ നിർണയം. 3, ദൈവത്തിന്റെ വിളി. 4, ദൈവത്തിന്റെ നീതീകരണം. 5, ദൈവത്തിന്റെ തേജസ്കരണം. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയട്ടെ. 1, ദൈവത്തിന്റെ മുൻ അറിവ്, പ്രീ നോളജ്. 2, ദൈവത്തിന്റെ മുൻ നിർണയം, പ്രീ ഡെസ്റ്റിനേഷൻ. 3, ദൈവത്തിന്റെ വിളി, ദൈവത്തിന്റെ സ്തോത്രം, ഡിവൈൻ കോൾ. 4, ദൈവത്തിന്റെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ. ഒടുവിൽ ഗ്ലോറിഫൈ ചെയ്യും, തേജസ്കരണം. അങ്ങനെയാണെങ്കിൽ 5 കൂട്ടം കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഒരു ദൈവമൈതൽ ഈ ഭൂമിയിൽ വിളിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നീ ഒഴുകി കയറി വന്നവനല്ല, സാധാരണത്വത്തിൽ വിശ്വസിക്കുന്നവനല്ല ക്രിസ്ത്യാനി. നിന്റെ സാധാരണത്വത്തിന്റെ പുറകിൽ അസാധാരണമായ ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, മുന്നറിവ്, പ്രീ നോളജ് എവിടെ തുടങ്ങി? തേജസ്കരണം എവിടെ അവസാനിക്കുന്നു? ഈ 2 പോയിന്റുകൾ മാത്രം ഒന്ന് ചിന്തിച്ചു നോക്കുക. മുന്നറിവ് എവിടെ തുടങ്ങി? നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ നമ്മെ തിരഞ്ഞെടുത്തു. കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാൻ പറ്റും. എവിടെ തുടങ്ങി? ലോക സ്ഥാപനത്തിന് മുൻപേ, ഈ ഭൂമിക്ക് വൃത്തം വരയ്ക്കുന്നതിന് മുൻപ്. സാധു ദൈവത്തിന് സ്തോത്രം. കൊച്ചുകുഞ്ഞുപദേശമൊക്കെ പാടിയിട്ടുള്ള മനോഹരമായ പഴയ പാട്ടിന്റെ പല്ലവികൾ ചെന്ന് ഉദ്ധരിക്കണമെന്നുണ്ട്. എന്തിന്? മഹാകവി KV സൈമൺ സാർ വേദവിഹാരം എഴുതിയപ്പോൾ തുടക്കത്തിൽ കുറിച്ച വാചകങ്ങൾ അറിയാവുന്നവരാണ് ഇവിടെയുള്ള പഴക്കമുള്ള ആളുകൾ. യാതൊരു കാലത്തെയാണ് ആദിയായി നിർദ്ദേശിപ്പതായതിനറുതി ഇല്ലാതുള്ള യുഗം മുൻപ് എന്ന് പറഞ്ഞാൽ സൂര്യൻ പ്രകാശിക്കുന്നില്ല, ചന്ദ്രൻ പ്രകാശിക്കുന്നില്ല, നക്ഷത്രങ്ങളോ നെബുലകളോ ഗാലക്സികളോ ഇല്ല. ഇക്കാരണ പ്രപഞ്ചം നിതാന്ത ശൂന്യമായി നിലകൊള്ളുമ്പോൾ തൃത്വമല്ലാതെ മറ്റൊന്നില്ലാതിരുന്ന ആ പുരാതനകാല നിത്യതയിൽ തൃത്വം അതിന്റെ സമ്പൂർണതയിൽ വിരാജിച്ചരുളിയ കഴിഞ്ഞകാല നിത്യതയിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഭാവികാല നിത്യതയിൽ തന്റെ പുത്രന്റെ മണവാട്ടി മതം അലങ്കരിക്കാൻ ഒരുപറ്റം ആളുകളെ അബുദാബിയിൽ നിന്നും നിത്യതയിലെത്തിക്കാൻ എന്റെ ദൈവം പ്ലാൻ ചെയ്തിട്ടാണ് ഈ ഭൂമിക്ക് വൃത്തം വരച്ചതെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, നിന്റെ പുറകിൽ വ്യാപരിക്കുന്ന കരം സാധാരണ കരമല്ല, കഴിഞ്ഞകാല നിത്യതയിൽ തുടങ്ങിയ നാഥന്റെ കരം. ദൈവത്തിന് സ്തോത്രം. ഇനിയും അത് അവസാനിക്കുന്നത് തേജസ്കരണത്തിലാണ്. ഈ 2 മേഖലകൾ ഒന്നിച്ച് ചിന്തിച്ചാൽ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സാധാരണ പദ്ധതിയല്ല. ഇതിന്റെ പുറകിൽ അതുല്യമായ ഒരു കരം എനിക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരുന്നു. ഇന്ന് രാത്രി സഹിപ്പാൻ കഴിയാത്തതാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും അതിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ കൃപ ഭാവിച്ച ദൈവവൈദ്യനെ ചിട്ടിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി ഇതിനകത്തിരിക്കേണ്ടത് എന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കരമല്ല, എന്റെ ദൈവത്തിന്റെ കരമാണെങ്കിൽ ഒരു ഇരുട്ടിന്റെ ശക്തികൾക്കും ഒരു നരകവാദത്തിനും ഒരു പാതാള വ്യാപാരങ്ങൾക്കും ഒരു ശാപത്തിന്റെ ശക്തികൾക്കും ഒരു ക്ഷുദ്ര പ്രയോഗത്തിനും ഒരു ആവാഹിക്കും വ്യാപാരത്തിനും എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി
ഇസഹാക്കിന്റെ അന്ധത്വത്തിന്റെ പുറകിൽ ഒരു കരം വ്യാപരിച്ചിരുന്നെങ്കിൽ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം വ്യാപരിച്ചിരുന്നെങ്കിൽ, മൊർദെഖായിയുടെ പ്രതിസന്ധിയുടെ പുറകിൽ ഒരു കരം വ്യാപരിച്ചിരുന്നെങ്കിൽ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം വ്യാപരിച്ചിരുന്നെങ്കിൽ, നിന്റെ പരിശോധനയുടെ പുറകിലും ഒരു കരം ഈ രാത്രി ചലിക്കുന്നു. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ചില വ്യക്തികളോട് വ്യക്തിപരമായി തോളിൽ തട്ടി വിളിച്ചു പറയുന്നു, സഹിക്കാൻ കഴിയാത്തതാണ് നീ അനുഭവിക്കുന്നതെങ്കിലും അതിന്റെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ഇന്ന് രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നിത്യതയുടെ തീരമണയുമ്പോൾ മനസ്സിലാകും ഇത് തിന്മയ്ക്കായിരുന്നില്ല, ഇതിന്റെ പുറകിൽ ചലിക്കുന്നത് ആ കരമായിരുന്നു. ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് കണ്ണുനീര് തുടച്ചിട്ടുള്ളവരാണ് വിളിക്കപ്പെട്ട സകല വിശുദ്ധന്മാർ. ഒരിക്കൽ കൂടെ ഞാൻ പദം ഉയർത്തി പറയട്ടെ. പടിഞ്ഞാറ് നിന്ന് കയറി വന്ന സായിപ്പിന്റെ വേദശാസ്ത്രത്തിൽ പണവും പത്രാസും ബംഗ്ലാവും ആയി കഴിയുവാനുള്ള ജഡീകത്വരയുടെ സമൃദ്ധിയുടെ സുവിശേഷം അനേകരെ അന്ധരാക്കുമ്പോൾ കറതീർന്ന ദൈവവചനത്തിന്റെ നിർമ്മല സത്യം വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ മുമ്പിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഒരു കൈ കൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിയിൽ മുറുക്കി പിടിക്കുമ്പോഴും മറ്റേ കൈ കൊണ്ട് വേദനയുടെ കണ്ണുനീര് തുടച്ചിട്ടുള്ളവരാണ് സകല വിശുദ്ധന്മാരും. നിന്റെ ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കലം നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, അപ്പൻ തന്റെ പ്രായത്തിനപ്പുറവും അരോഗതടകാത്തരനായി കുടുംബസ്ഥനായിട്ടൊക്കെ കഴിഞ്ഞെങ്കിലും മകൻ ഇസഹാക്ക് അപ്പന്റെ മുക്കാൽ പ്രായമായപ്പോഴേക്കും കണ്ണുകൾ അന്ധമായില്ലേ? സ്വന്തം കുഞ്ഞുങ്ങളെ തപ്പി നോക്കേണ്ട നിലയിലെത്തിയില്ലേ? ഇന്നത്തെ നിലയേക്കാൾ അന്നത്തെ നിലയിൽ എത്രയോ നിലവിളിച്ച് കരഞ്ഞു കാണും. എന്താണ് ഈ അന്ധതയ്ക്ക് കാരണം? ഇസഹാക്കേ, നിന്റെ ഭാര്യയുടെ ഉദരത്തിൽ 2 കുഞ്ഞുങ്ങൾ. കണ്ണ് കാണുമെങ്കിൽ അനുഗ്രഹം മൂത്തവനിലെത്തും, കണ്ണ് കാണത്തില്ലെങ്കിൽ അനുഗ്രഹം വഴിമാറി ഒഴുകും. എന്നാൽ മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്നാണ് ദൈവത്തിന്റെ ദിവ്യോദ്ദേശം. അത് നിവർത്തിയാകാൻ അനുഗ്രഹം വഴിമാറി ഒഴുകണമെങ്കിൽ നിന്റെ കണ്ണുകളെ അന്ധമാക്കുക ദൈവത്തിന്റെ കാര്യപരിപാടിയുടെ ഭാഗമാണ്. സഹിക്കാൻ കഴിയാത്ത ചിലതാണ് ഇന്ന് രാത്രി ജീവിതത്തിന് മുൻപിൽ ഉയർന്നു നിന്നിട്ട് എല്ലാവരും ഒഴിഞ്ഞു മാറി കഴിയുമ്പോൾ ഒറ്റയ്ക്ക് നെടുവീർപ്പിന്റെ കാരണം എന്തെന്ന് നീ ചോദിക്കുന്നെങ്കിൽ ഇവിടെ നിനക്ക് ഇതിന്റെ ഉത്തരം കിട്ടില്ല. ഒരു നാൾ നിത്യതയുടെ തങ്കത്തെരുവീതിയിൽ നീ എത്തുമ്പോൾ മനസ്സിലാകും ഇതിന്റെ പുറകിൽ ചലിക്കുന്ന മനുഷ്യന്റെ കാലമല്ല, എന്റെ ദൈവത്തിന്റെ കാലം തന്നെയാണ്. എല്ലാ കുഞ്ഞുങ്ങളും മാതാപിതാക്കളോടൊപ്പം തുള്ളിച്ചാടി സന്തോഷത്തോടെ യാത്ര ചെയ്യുമ്പോൾ എസ്തേർ മാത്രം ബാല്യത്തിൽ തന്നെ അനാഥയായില്ലേ? എന്തുകൊണ്ടിങ്ങനെ? എസ്തേറിൽ നീ അനാഥയായെങ്കിലേ മൊർദെഖായിയുടെ പരിചരണയിലെത്തൂ. ആ പരിചരണയിൽ എത്തിയെങ്കിലേ നീ അഹശ്വേരോസിന്റെ ഭാര്യയാകൂ. അവന്റെ ഭാര്യയായെങ്കിലേ ഹാമാന്റെ കഴുത്തിൽ കഴുകുമരം കയറൂ. അവന്റെ കഴുത്തിൽ കഴുകുമരം കയറിയെങ്കിലേ നിന്റെ ജാതി വിടുവിക്കപ്പെടൂ. ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നീ ഇന്ന് രാത്രി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ശോധനയുടെ ഒടുവിലത്തെ അർത്ഥം നിനക്ക് ഇന്ന് വരെ പിടികിട്ടിയിട്ടില്ല. എന്നാൽ ഒരു നാൾ വെളിപ്പെടും നിന്റെ ശോധനയുടെ പുറകിൽ കരം ചലിച്ചിരുന്നു എന്ന്. അതുകൊണ്ട് കൃപ ലഭിച്ച ദൈവമക്കളോട് ദൈവാത്മാവ് രാത്രി പറയുന്നു, ആ ശോധന തിന്മയ്ക്കല്ല, അതിന്റെ പുറകിൽ നന്മയ്ക്കായ ഒരു കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വേദപുസ്തകം പഠിച്ചു നോക്ക്. പുരുഷ വിഭാഗത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും ശോധന അനുഭവിച്ച വ്യക്തി ഇയ്യോബാണെങ്കിൽ, സ്ത്രീ വിഭാഗത്തിൽ വേദപുസ്തകത്തിൽ ഏറ്റവും ശോധന സഹിച്ചത് നവോമിയാണ്. 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി പുറത്തേക്ക് പോകുമ്പോൾ നാട്ടുകാർ ആ വീടിനെ നോക്കി പറഞ്ഞു കാണും, മുടിഞ്ഞു, ഇനിയും അവർ തലപൊക്കില്ല. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പിറന്നു വീഴുമ്പോൾ അവൻ 5 വല്യമ്മച്ചിമാർ വേണമെന്നും അതിലൊരാൾ ശാപഗ്രസ്ത കുലത്തിന്റെ മതിൽക്കെട്ടുകൾക്കകത്ത് 10ാം തലമുറയ്ക്ക് പോലും വാഗ്ദത്ത ദേശത്തെത്താൻ യോഗ്യതയില്ലാത്ത രൂത്തായിരിക്കണമെന്നും അവിടെ വാഗ്ദത്ത ദേശത്തെത്തിക്കാൻ ഈ കുടുംബത്തിന്റെ ഇറങ്ങിപ്പോക്കിനെ ഉപയോഗിക്കണമെന്നും പ്ലാൻ ചെയ്ത ദൈവമാണ് ഇന്ന് രാത്രി നാം ആരാധിക്കുന്ന ദൈവമെങ്കിൽ
ഒരിക്കലും ഇനി തലപൊക്കില്ലെന്ന വിധിയെഴുതി തള്ളിയ വിഷയത്തിന് നടുവിൽ എന്റെ ദൈവത്തിന്റെ കരം ചലിച്ചപ്പോൾ 24 മണിക്കൂർ കൊണ്ട് ഒരു കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റിയാണ് നാം ആരാധിക്കുന്ന കർത്താവെങ്കിൽ, നീ ഇന്ന് രാത്രി സഹിക്കുന്ന വിഷയത്തിന് നടുവിൽ നീ അറിയാത്ത ഒരു കരം നിനക്ക് വേണ്ടി ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ തിരിച്ചറിയുന്ന ദൈവങ്ങൾ കണ്ണുകൾ ഉയർത്തിയിട്ട് പറ, എനിക്കറിയേണ്ടത് എന്നെ കുറിച്ചുള്ള അവിടുത്തെ ഹിതമാണ്. ലോകത്തിൽ ആർക്കുള്ളതിനേക്കാൾ ഇന്ന് രാത്രി നിന്നെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രി എത്ര പ്രിയപ്പെട്ടവർ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, കർത്താവേ എന്റെ ജഡത്തിന്റെ കൊതി എന്നെ നിറവേറ്റേണ്ടത് അങ്ങയുടെ ഹിതം മാത്രം നിറവേറ്റുവാൻ എന്നെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നെന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുടെ അധരങ്ങൾ ഈ പ്രാർത്ഥനയ്ക്ക് നീ കണ്ടശനം ചലിക്കും. യേശുവിന്റെ കരം ഇന്ന് രാത്രിയുടെ ഉയരുന്ന രാത്രിയാണ്. ഞാൻ ഇന്ന് രാത്രി കാണുന്നു ഇതൊരു ആത്മപകർച്ചയുടെ രാത്രിയാണ്. കർത്താവ് ഇതിനകത്ത് ചില വ്യക്തികളെ പറഞ്ഞെടുക്കുന്ന രാത്രിയാണ്. ഒരു കൊച്ചായുസ് വേഗം അസ്തമിക്കും. നിത്യതയുടെ തീരം നമ്മൾ അണയുന്നതിന് മുമ്പ് എന്നെ ദൈവം ആഗ്രഹിച്ച ഏൽപ്പിച്ച ഡ്യൂട്ടി ഞാൻ പൂർത്തിയാക്കി എന്ന് പറയാൻ ഭാഗ്യം കിട്ടിയാൽ അതാണ് ധന്യത. ഗ്ലോറി. അതകത്ത് തുടികൊട്ടുന്ന, അതകത്ത് കൊതിക്കുന്ന സഹോദരങ്ങൾ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാരിന്ന് രാത്രി ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. അവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ജനനം എന്ന 3 അക്ഷരത്തിനും മരണം എന്ന 3 അക്ഷരത്തിനും ഇടയിൽ ജീവിതം എന്ന ഈ 3 അക്ഷരം അടിച്ച് സുഖിച്ച് ജീവിച്ച് അസ്തമിപ്പിക്കാനല്ല, നിത്യത എന്ന 3 അക്ഷരത്തിനായി ഒരുങ്ങാനാണ് എന്നകത്ത് ഭരിക്കുന്ന ചിന്തയുണ്ടെങ്കിൽ ഈ മണ്ണിൽ ഞാൻ ജീവിക്കുന്ന നാളുകൾ എനിക്ക് എന്റെ ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിച്ച നിത്യതയുടെ പദ്ധതി ഗ്രഹിക്കണമെന്ന് കൊതിക്കുന്നവർ ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. അവന്റെ കരം ചില വ്യക്തികളെ രാത്രി യേശുവിന്റെ സാന്നിധ്യം ഈ രാത്രി യോഗത്തിൽ ഞാൻ ആത്മാവിൽ അറിയുകയാണ്. ചില വ്യക്തികളെ കർത്താവിന്റെ രാത്രി ഇവിടെ തൊടുവാൻ ആഗ്രഹിക്കുന്ന രാത്രിയാണ്. നിന്റെ കാഴ്ചപ്പാടുകളെ ബന്ധിച്ച് നിന്റെ ദർശനത്തെ ഇല്ലാതാക്കി നിന്റെ ആത്മീയ ഉൾക്കാഴ്ചയെ തകർത്ത് നീ ലൗകികനായി ജീവിതത്തിൽ നിന്നെ ബന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത കാലത്തെങ്ങ് ഇവിടെ നിന്ന് പോവുകയാണ് മട്ടിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. മുന്നേ ഇരിക്കുന്നവനും പോക്ക, പുറകെ ഇരിക്കുന്നവനും പോക്ക, ഇടത്തിരിക്കുന്നവനും പോക്ക, വലത്തിരിക്കുന്നവനും പോക്ക. ഞാൻ മാത്രം ചിരഞ്ജീവിയായി നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകം പോലെ ഇവിടെ കാണും. എന്റെ വാത്സല്യ സഹോദര, പുറത്തോട്ട് വിട്ട ശ്വാസം അകത്തോട്ട് എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിന്റെ കഥ പിണമാണ്. ഞാൻ ചോദിക്കട്ടെ, മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80 എന്നല്ലേ? 80 കൊല്ലവും കൂടെ അങ്ങ് ജീവിക്കാൻ കിട്ടിയാൽ എത്ര നാൾ കിട്ടും? ഈ മണലാരണ്യത്തിൽ അധ്വാനിച്ച് നാട്ടിൽ മണൽ കൊട്ടാരങ്ങളോ സിമന്റ് മൂനകളോ ഉണ്ടാക്കി സുഖലോലുപതയിൽ കഴിയാൻ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു വസ്തുത ഓർക്കണം. ഒരു കോഴിയെ പൊരിച്ച് ഓരോ ദിവസവും ഓരോന്നിനെ വീതം തിന്നണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് ഞാൻ അധ്വാനം തുടങ്ങി. അതിനുള്ള പണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും ചവയ്ക്കാനുള്ള പല്ലുപോയി എന്നൊരു ചിന്തകൻ പറഞ്ഞതുപോലെ ഈ കൊച്ചായുസ് എത്ര നാളുണ്ട്? 80 കൊല്ലം അല്ലെ? ദിവസങ്ങളാക്കി കൂട്ടി നോക്ക്. 365 ഗുണം 80 ഒരു ദൈവം 29,200 ദിവസം കൊണ്ട് അങ്ങ് ചെല്ലും. എങ്ങ് ശവക്കോട്ടയിലെത്തും. 29,200 കൊല്ലമല്ല, 29,200 ദിവസം കൊണ്ട് സെമിത്തേരിയിൽ ചെല്ലും. അതിലൊരു 40 കഴിഞ്ഞവരല്ലേ പച്ച മലയാളത്തിൽ 99 മുക്കാലെ അരയ്ക്കാതെ ശാകാണി മുണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് അല്ലേ? ഇനി എത്ര ഉണ്ട്? ഏതാ ഒരു 14,000 ദിവസത്തിനുള്ളിൽ നമ്മൾ അങ്ങ് സെമിത്തേരിയിൽ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഇച്ചിരി ബിപിയും അല്പം കൊളസ്ട്രോളും ഇച്ചിരി ഷുഗറും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ 17,000 ദിവസത്തിനുള്ളിൽ അങ്ങ് ചെല്ലും. വല്ലതൊക്കെ കാര്യമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ 13,000 ദിവസത്തിനുള്ളിൽ അങ്ങ് ചെല്ലും. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ കുഴിമാടത്തിനിടയിൽ നൂറ്റാണ്ടുകളില്ല, ദിവസങ്ങളെ ഉള്ളൂ എന്ന ചിന്തയുണ്ട്. എന്റെ ഈ കൊച്ചായി അവസാനിക്കുന്നതിന് മുൻപ് ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ എന്നെ ദൈവം ഏൽപ്പിച്ച ഡ്യൂട്ടി ചെയ്തു എന്ന് പറയത്തക്ക വിധം അവന്റെ ഹിതമാണ് എനിക്ക് വലുത് എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരുമിച്ച് എഴുന്നേറ്റാണ്. ഗ്ലോറി. അക്കാലങ്ങൾ 2 കർത്താവിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു. അക്കാലം 2 കർത്താവിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചു. ശബ്ദമുയർത്തി അല്പ മിനിറ്റുകൾ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി.
ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ പുൽപ്പിറ്റിൽ മുഴങ്ങുന്ന ദൈവശബ്ദം ചില വ്യക്തികളുടെ ഹൃദയങ്ങളുടെ ഇവിടുന്ന് ദൈവാലോചനയാണ്. ഈ രാത്രിയിൽ മേഘം പോലെ മൂടുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ഓഡിറ്റോറിയത്തെ മൂടി നിൽക്കുകയാണ്. യേശുവിന്റെ കരം ചില വ്യക്തികളെ ഇന്ന് രാത്രി തൊടുന്ന രാത്രിയാണ്. ഭൗതിക വീക്ഷണത്തിലേക്ക് ഉൾക്കണ്ണുകളെ ബന്ധിച്ച് സാത്താൻ നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മീയ ശുശ്രൂഷകൾ പോലും ഭൗതിക നേട്ടങ്ങളുടെ ഉപാധിയായി മാറുമ്പോൾ ഇന്ന് രാത്രി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ ദൈവത്തിലേക്ക് ഉയർത്തിയിട്ട് ഈ പച്ചായുസിന്റെ ദിനങ്ങൾ തീരുന്നതിന് മുൻപ് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി പൂർത്തിയാക്കണം എന്ന് കൊതിക്കുന്നവർ വാ തുറന്ന് പ്രാർത്ഥിച്ചാണ്. ഒരപ്പന്റെ മുന്നിൽ കുഞ്ഞ് കരയുന്നത് പോലെ, ഒരമ്മയുടെ മുന്നിൽ പൈതൽ നിൽക്കുന്നത് പോലെ രണ്ട് കൈകളിൽ കർത്താവിനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്റെ ഈ പച്ചായുസ് കൊണ്ട് എന്നെ കുറിച്ച് എന്റെ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതി നിറവേറ്റണം. ആത്മപ്രേരണയിൽ എന്റെ മുന്നിൽ നിൽക്കുന്ന സഹോദരനോട് പറയട്ടെ, സഹോദര സഹോദരി, ഒരു നാൾ നാം നിത്യതയുടെ തീരത്തെത്തും. അന്ന് സ്വർഗത്തിന്റെ സ്ക്രീനിൽ നിന്നെ കുറിച്ച് അവിടുന്ന് പ്ലാൻ ചെയ്ത ദിവ്യ പദ്ധതി കാണിച്ചു തരും. അന്ന് നീ കണ്ണുപൊത്തി കരഞ്ഞിട്ട് പറയും, നാഥാ, എന്നെ കുറിച്ച് അവിടുന്ന് വലിയ പദ്ധതികൾ ആഗ്രഹിച്ചു. എന്റെ കൈകളിൽ കിരീടമില്ല, എന്റെ തലയിൽ കിരീടമില്ല, എന്റെ കൈകളിൽ പ്രതിഫലമില്ല, ഞാനിവിടെ എത്തിയെന്ന് മാത്രമെന്ന് പറഞ്ഞ് അങ്ങ് കരയാതിരിക്കണമെങ്കിൽ ഇന്ന് രാത്രി ദൈവഹിതം തിരിച്ചറിയുക. രണ്ട് കാര്യങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിച്ചു നമുക്ക് ഒരുമിച്ചൊന്ന് ചേർന്ന് പാടാം. ഓരോ ദിവസവും അതുപോലെ ഈ ഭൂമിയിലെ ശാന്തമായി ഓരോ ദിവസം അതുപോലെ ഭൂമിയിലെ മാസവും ആശ്രയം Hallelujah.
നിമിഷം നെഞ്ചോടന്ന് ചേർത്ത് പിടിച്ചു. രണ്ട് കരങ്ങളും ഒരു നിമിഷം നെഞ്ചോടന്ന് ചേർത്ത് പിടിച്ചു. നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. ശ്രദ്ധിക്കും സഹോദരങ്ങളെ, നാം ആരും നൂറ്റാണ്ടുകൾ നിൽക്കുന്ന കരിവേലകങ്ങളല്ല. നിമിഷം കൊണ്ട് വാടി വീഴുന്ന ഉൾത്തട്ടിലെ പുഷ്പക്കൊടികൾ മാത്രമാണ്. നമ്മുടെ യാത്രയുടെ ദിനങ്ങൾ എന്ന് തീരും. ഈ ഭൂമിയിൽ നിശ്ചയമില്ലാത്ത ദിനങ്ങൾ അതിവേഗം നീങ്ങും. ജനനം എന്ന നാഴികയ്ക്കും മരണം എന്ന നാഴികയ്ക്കുമിടയിൽ നമ്മുടെ ഓട്ടം ഫിനിഷിംഗ് പോയിന്റിലേക്ക് അടുക്കുന്നു. എന്റെ ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് എന്നെ കുറിച്ച് എന്റെ ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി പൂർത്തിയാക്കുക. ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട്? ഈ യോഗം കഴിഞ്ഞ് ഒരു കൊടയോ ബൈബിളോ ഇവിടെ വെച്ച് നിങ്ങൾ മറന്നുപോയാൽ ചില മിനിറ്റുകൾക്ക് ശേഷം മടങ്ങി വന്ന് നിങ്ങൾക്കത് എടുക്കാം. എന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദൈവം അനുവദിച്ച ആയുസിന്റെ ദിനങ്ങൾ തിരശീല വീണാൽ, ഈ ഭൂമിയിൽ ദൈവം നിങ്ങളെ കുറിച്ച് പ്ലാൻ ചെയ്ത പരിപാടി തിരിച്ചു വന്ന് നിർവഹിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. എന്റെ ശ്വാസം അവസാനിക്കും മുൻപ് എനിക്ക് ഏറ്റവും വലുത് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഈ രാത്രി എന്നെ സമർപ്പിക്കുന്നു. ഗതസമനയിലെ പ്രാണവേദനയിൽ ചോര വിയർക്കുന്ന വേളയിൽ സഹിപ്പാൻ കഴിയാത്തത് അതിവേദന ഉള്ളത് മുൻപിലുണ്ടെങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്ത യേശുവിനെ പോലെ ഇന്ന് രാത്രി ആ ഗോൽഗോൽത്തയുടെ ചുവട്ടിൽ, ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്ന് യേശുവേ നിന്റെ ഹിതത്തിനായി എന്നെ സമർപ്പിക്കുന്നു. എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞു ആ ഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, ആ സമർപ്പണത്തിനായി ക്രൂശിന്റെ ചുവട്ടിൽ അടിയറവ് വയ്ക്കുവാൻ ഈ രാത്രി എന്നെ ഞാൻ അവിടെ വയ്ക്കുന്നു. എനിക്ക് പ്രാർത്ഥന വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ഇന്ന് രാത്രി ഞാൻ ഈ പുൾപിറ്റിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെ പകരപ്പെടാത്ത ഒരു വിശേഷ അഭിഷേകം നിങ്ങളുടെ ശിരസിന്മേൽ നാഥന്റെ കരത്താൽ വയ്ക്കുന്ന രാത്രിയാണ്. കാഴ്ചപ്പാടുകളെ വികലമാക്കിക്കൊണ്ടുള്ള ആത്മീയ സന്ദേശങ്ങൾക്ക് നടുവിൽ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ കരമുയർത്തിയ സഹോദരങ്ങളുടെ കണ്ണുകൾ നിത്യതയ്ക്കായിട്ട് ഉയർത്തട്ടെ. ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യത വലുതായി. പരിശുദ്ധനായ പ്രിയ കർത്താവേ, ഈ കരങ്ങളെ തേജസ്സിന്റെ കരങ്ങളിൽ കൈമാറും. ഒരു നാൾ നിത്യതയുടെ തങ്കത്തെരുവീതിയിൽ വിശുദ്ധന്മാരുടെ നിരയിൽ നിങ്ങൾ എത്തുമ്പോൾ ഞങ്ങളെ കുറിച്ച് അവിടുന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കിയെന്ന് പറയേണ്ടതിന് ഈ കരങ്ങളുടെ മേൽ നിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇന്ന് രാത്രി ഇറങ്ങി പിടിക്കണമേ. ഈ പ്രിയപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകളെ ഈ രാത്രി നീ മാറ്റണമേ. നാമത്തിൽ അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും ദൈവസന്നിരിക്കാം. ഈ മണ്ണിലെ നേട്ടങ്ങളെക്കാൾ നിത്യതയെ നമുക്ക് വലുതായി കാണാം. ധന്യനായ പൗലോസിനെ പോലെ ഈ ഒപ്പച്ചായ്സ് വേഗം തീരും. അതിനു മുൻപിൽ നമുക്ക് നിത്യതയ്ക്കായി ഒരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്കായിട്ട് അവസരം ഒരുക്കിയ പ്രിയപ്പെട്ടവർക്ക് നന്ദി പ്രകാശിപ്പിച്ച് നാളെ രാത്രിയും നിങ്ങളുടെ പ്രാർത്ഥന ക്ഷണിച്ച് വിരമിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. What a friend we have in Jesus. All our sins